കൈത്താക്കാലം ഒന്നാം ശനി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. അവനോടൊപ്പം പോയി മരിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ തോമാശ്ലീഹായെക്കുറിച്ചുള്ള 4 പരാമർശങ്ങളിൽ ഒന്നാമത്തേതാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. വധിക്കാൻ കാത്തിരിക്കുന്ന ജെറുസലേമിലേക്ക് പോകാൻ ഒരുങ്ങുന്ന യേശുവിനെ മറ്റ് ശിഷ്യർ നിരുത്സാഹപ്പെടുത്തുമ്പോൾ തോമസ് മാത്രം നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറയുന്ന ഭാഗമാണ് ഇന്നത്തെ പരിചിന്തനം. പറയുക മാത്രമല്ല, പിന്നീട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു. യേശുവിനെ പ്രതി ഏത് വെല്ലുവിളിയും സ്വീകരിക്കാൻ ശ്ലീഹായുടെ മാതൃക നമുക്ക് പ്രചോദനമാണ്. നമ്മുടെ വിശ്വാസ ദൃഢതയെക്കുറിച്ച് ചിന്തിക്കാനും ഈ സുവിശേഷ ഭാഗം നമുക്ക് പ്രചോദനമാണ്. 12 വർഷത്തെ വിശ്വാസ പരിശീലനം ലഭിച്ചിട്ടും നമ്മുടെ കുട്ടികൾ എത്ര പെട്ടെന്നാണ് ചതിക്കുഴികളിൽ വീണു പോകുന്നത്. കുറേ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും കാണാതെ പഠിച്ചു ചൊല്ലുന്നതിൽ ഒതുങ്ങുന്നു നമ്മുടെ വിശ്വാസ ജീവിതം. അതുമല്ലെങ്കിൽ കാര്യസാധ്യത്തിനായും അത്ഭുത പ്രവർത്തനങ്ങൾക്കായും ധ്യാന കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങുന്നതാണ് വിശ്വാസ ജീവിതമെന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഗുരുവായ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ശക്തരല്ലാത്തതിനാൽ ഞാൻ നിങ്ങൾക്ക് പാൽ തന്നു. നിങ്ങളിപ്പോഴും അതിൽ തുടരുന്നു. 1 കൊറിന്തോസ് 3:2. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആഴം ഏതാണ്ട് ഇത്രയൊക്കെയേ ഉള്ളൂ.